അർച്ചന, ഓ അച്ഛൻ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? അവന്തികേട്ടത്തെയും നന്ദേടനെയും ഡോക്ടർ ഇഷാനയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. താനെന്തു പറയുന്നു? ഞാനെന്ത് പറയാനാ? അവർക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്നുള്ളത് അച്ഛൻ്റെ വലിയ ആഗ്രഹം. എന്നിട്ട് അവന്തികേട്ടത്തി എന്തു പറഞ്ഞു? നന്ദേട്ടനോട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. നന്ദേട്ടൻ ഇതിന് സമ്മതിക്കുമെന്ന് സച്ചേട്ടന് തോന്നുന്നുണ്ടോ? അവന്തികേട്ടത്തിയുടെ കൂടെ ഒരുമിച്ചൊരു മുറിയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും അവർ തമ്മിൽ ഒരടുപ്പവും സ്നേഹവും ഇല്ല. എങ്ങനെ ഉണ്ടാവും? പഴയതൊക്കെ നന്ദേട്ടന് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? അവരൊരുമിച്ച് മുന്നോട്ട് ജീവിക്കണമെന്ന് അച്ഛൻ്റെ ആഗ്രഹം. അവർക്കൊരു കുഞ്ഞുണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന അച്ഛൻ്റെ വിചാരം. പക്ഷേ എനിക്കറിയാം, ഓരോ ദിവസം നന്ദേട്ടൻ അവന്തികേട്ടത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുക. താൻ എന്താ ഈ പറഞ്ഞോണ്ട് വരുന്നേ? സന്ധ്യ ഡോക്ടറുടെ കാര്യമോ സച്ചേട്ടാ? അതെന്താ? അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അവർ തമ്മിൽ ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ അടുപ്പത്തില. ധർമ്മസങ്കടത്തിലാവുന്നത് നമ്മൾ. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ നമ്മൾ ഏത് പക്ഷത്താ നിൽക്കുക? അച്ഛനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. മകൻ ഭാര്യ ഉപേക്ഷിച്ചു പോയി എന്ന ചീത്തപ്പേര് കുടുംബത്തിനുണ്ടാവുന്നത് അച്ഛൻ ഒരിക്കലും സഹിക്കില്ല. കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്നല്ലേ പറയാറുള്ളത്? പുറമേ എത്ര മാന്യതയായാലും അകമേ ചോര പൊടിയുന്ന ചില മുറിവുകളുണ്ട്. അതുതന്നെയാ അന്തേട്ടൻ്റെ മനസ്സിലും. പക്ഷെ എനിക്കൊരിക്കലും അച്ഛൻ്റെ പക്ഷത്തല്ലാതെ നിൽക്കാൻ കഴിയില്ല സച്ചേട്ടാ. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് നന്ദേട്ടനോടൊന്ന് സംസാരിക്കണം. ചിലപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോകാൻ സമ്മതിച്ചാലോ? താ ഒരു കാര്യം ചെയ്യും, ഡോക്ടർ ഇഷാനെ ഒന്ന് വിളിച്ച് സംസാരിക്കേ. ആദ്യം അവരൊരുമിച്ച് ഡോക്ടറെ കാണാൻ തയ്യാറാണോ എന്ന് അറിഞ്ഞിട്ട് പോരെ ഇതൊക്കെ. പഴയതൊക്കെ മറന്ന് ഒരു കുഞ്ഞൊക്കെ ആയി സന്തോഷത്തോടെ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയുമെങ്കിൽ നമ്മളതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. എന്നാ പിന്നെ സച്ചേട്ടൻ തന്നെ നന്ദേട്ടനോടൊന്ന് സംസാരിക്കേ. എനിക്ക് ഇക്കാര്യം നന്ദേട്ടനോട് സംസാരിക്കാൻ വയ്യ. ഈ വീട്ടില് നന്ദേട്ടൻ ആരുടെയെങ്കിലും വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അത് താൻ പറയുന്നത് മാത്രം. നല്ല കാര്യങ്ങളൊന്നും നീട്ടിവെക്കാൻ പാടില്ല. നന്ദേട്ടൻ സമ്മതിച്ച ഇപ്പം തന്നെ ഡോക്ടർ ഇഷാനെ വിളിച്ച് സംസാരിക്കാം. നാളെ തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുകയും ചെയ്യാം. എടോ, താൻ പോയി നന്ദേട്ടനോടൊന്ന് സംസാരിക്കേ. ശരി. അതെ, പ്രസവിക്കാതിരിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ അച്ഛൻ എന്തിനാ ആവശ്യമില്ലാതെ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് ചോദിക്കുന്നത്? അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അത് പോയി അച്ഛനോട് തന്നെ ചോദിക്കണം. അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് ഡോക്ടറെ കാണാൻ പോകാതിരിക്കാൻ പറ്റില്ല. നാളെ തന്നെ നമുക്ക് ഡോക്ടറെ കാണണം. എന്തിന്? ഈ വീട്ടിലിപ്പോ മറ്റുള്ളവർക്കൊക്കെ കുഞ്ഞുങ്ങളായി, നമുക്കൊരു കുഞ്ഞില്ലാത്തത് മാത്രം ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്കൊരു കുഞ്ഞോ? അങ്ങനെ ഒന്നിനെ കുറിച്ച് പറയാൻ നിനക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? അതെന്താ, ഞാൻ നിങ്ങളുടെ ഭാര്യ അല്ലേ? ഭാര്യ? ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? നീ എന്നോട് ചെയ്തൊക്കെ ഞാൻ മറന്നു എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ അനുഭവിച്ചതൊന്നും മരിച്ചാലും എനിക്ക് മറക്കാൻ പറ്റുന്നതല്ല.
നിങ്ങൾ അതൊക്കെ മറന്നാലും ശരി ഇല്ലെങ്കിലും ശരി, ഞാൻ എൻ്റെ കൂടെ ഡോക്ടറെ കാണാൻ വന്നേ പറ്റൂ. അവന്തികേ, ഞാനിപ്പോൾ ആലോചിക്കുന്നതേ നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നതിനെ കുറിച്ചല്ല. പിന്നെ പിന്നെ എന്തിനെക്കുറിച്ചാ ഇത്ര വലിയ ആലോചന? ഒരു ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷനെ കുറിച്ച്. എത്രയും വേഗം എനിക്ക് നിന്റെ കയ്യിൽ നിന്ന് രക്ഷ നേടി എങ്ങോട്ടെങ്കിലും പോണം. അല്ലാതെ ഡോക്ടറെ പോയി കണ്ട് ട്രീറ്റ്മെന്റ് നടത്തി നമുക്കൊരു കുഞ്ഞുണ്ടായി നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. നിന്റെ കൂടെ ഇത്രയും നാളും ജീവിച്ചു തന്നെ മനസ്സ് മരവിച്ചിട്ടാ. അതിനിടയിൽ ഒരു കുഞ്ഞ്, അതിന് അച്ഛൻ്റെ ആഗ്രഹത്തിന്റെ പേരും. കൊള്ളാം. എല്ലാവരുടെയും മുന്നിൽ എന്നെ അപമാനിക്കാനാണോ നിങ്ങൾ നോക്കുന്നത്? അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നെങ്കിൽ അതിന്റെ നഷ്ടം വലുതായിരിക്കും. അതോർമ്മ വേണം. വലിച്ചെറിഞ്ഞ് കളയാൻ തീരുമാനിച്ചത് നഷ്ടമാണെന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത്. അപ്പൊ പഴയതൊക്കെ മനസ്സിലിട്ടോണ്ട് നടക്കുകയാണ് ഇപ്പോഴും അല്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എല്ലാം മറന്ന് നിന്നെ ഞാൻ സ്നേഹിക്കണോ? അതിന് ഈ ജമ്മത്ത് എന്നെ കിട്ടില്ല. അല്ല, എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ ഉദ്ദേശം? അത് നീ അറിയേണ്ട കാര്യമില്ല. കാര്യമുണ്ട്. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ ഭാര്യ. എന്നോ ഞാൻ കെട്ടിയൊരു താലി കഴുത്തിലണിഞ്ഞു നടക്കുന്നു കരുതി നീ എന്റെ ഭാര്യയാവില്ല. ഇത് വലിച്ചു പൊട്ടിക്കാൻ എനിക്കൊരു നിമിഷം മതി. എന്നിട്ട് അവളുടെ കൂടെ പോയി ജീവിക്കാനായിരിക്കും ആ സന്ധ്യയുടെ. ഞാൻ ആരുടെ കൂടെ പോയി ജീവിച്ചാൽ നിനക്കെന്താ? ഇതൊന്നും നിന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. എത്രയും വേഗം ഒരു ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കണം. അതാണ് നിനക്കും എനിക്ക് നല്ലത്. ശത്രുക്കളെ പോലെ ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് പരസ്പരം അകന്നു പോകുന്നത് തന്നെയാണ്. അപ്പൊ നെല്ലിശ്ശേരിയിൽ നിന്ന് നിങ്ങൾക്ക് എന്നെ പുറത്താക്കണം അല്ലേ? അതും നടക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അവന്തികേ, മനസ്സുകൊണ്ട് നിന്നെ ഞാൻ എന്നേ ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞു. ഡിവോഴ്സ് നടക്കുന്നത് മനസ്സിലല്ലല്ലോ, കോടതിയിലല്ലേ. അവിടെ ഞാൻ പറയുന്നത് മാത്രമേ കോടതി കേൾക്കൂ. അത് നിന്റെ തോന്നല. എന്റെ തോന്നലല്ല, തീരുമാനോ. നിങ്ങൾ എന്റെ കൂടെ വരും, ഡോക്ടറെ കാണുകയും ചെയ്യും. ഞാൻ നിന്റെ കൂടെ വരും. അത് പക്ഷെ ഡോക്ടറിനെ കാണാനായിരിക്കില്ല, അഡ്വക്കേറ്റിനെ കാണാനായിരിക്കും. ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാൻ. ഇതല്ലാതെ മറ്റൊന്നും ഇനി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. ഉറപ്പാണോ? അതെ. ഒരുമിച്ചുള്ള ജീവിതം എനിക്ക് മടുത്തു. സമാധാനമായിട്ട് കുറച്ചു നാളെങ്കിലും എനിക്കൊന്ന് ജീവിക്കണം. അതിന് ഡിവോഴ്സ് കിട്ടിയേ തീരൂ. എന്നാ കേട്ടോ, നിങ്ങൾ വിചാരിക്കുന്ന ആഗ്രഹങ്ങളൊന്നും നടക്കില്ല. എന്നെ ഉപേക്ഷിച്ച് ഡിവോഴ്സും വാങ്ങി മറ്റേതെങ്കിലും ഒരുത്തിയുടെ കൂടെ പോയി ജീവിക്കാന്നും വിചാരിക്കണ്ട. അത് നടക്കില്ല. പഴയതൊക്കെ മറക്കാൻ ഞാൻ തയ്യാറാ. നിങ്ങളും മറക്കണം. കൊടുക്കുന്നവരെല്ലാം പെട്ടെന്ന് മറക്കും. പക്ഷേ കൊള്ളുന്നവൻ അത്ര പെട്ടെന്ന് മറക്കില്ല. മരണം വരെ അതിന്റെ നീറ്റിൽ ഇങ്ങനെ ഉള്ളി നിൽക്കും. എന്നോട് ചെയ്തതൊക്കെ ഓർക്കാതെ ഒരു ദിവസം പോലും എനിക്ക് ഉറങ്ങാനും ഉണരാനും കഴിയില്ല. എല്ലാവരുടെയും മുമ്പിൽ സന്തോഷം അഭിനയിക്കുമ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് തോന്നിപ്പിക്കുമ്പോഴും എന്റെ മനസ്സിൽ നിന്നോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ. അച്ഛന്റെ ആഗ്രഹത്തിന്റെ പേരും പറഞ്ഞ് എന്നെ അതിൽ കുരുക്കിയിടാൻ ശ്രമിക്കണ്ട. ഡിവോഴ്സിൽ കുറഞ്ഞൊരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. ഒക്കോ, പക്ഷേ ഈ ജന്മത്തെ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടില്ല. നെല്ലിശ്ശേരിയിലെ മരുമകളുടെ സ്ഥാനം മറ്റേതെങ്കിലും ഒരുത്തിക്ക് കൊടുത്തിട്ട്
ഇവിടുന്ന് കൈയും വീശി ഇറങ്ങി പോവാൻ എനിക്ക് സൗകര്യമില്ല. നോക്കിക്കോ, നിങ്ങളുടെ കുഞ്ഞിനെ തന്നെ ഞാൻ പ്രസവിക്കും. നിങ്ങളുടെ ഭാര്യയായിട്ട് തന്നെ ഈ വീട്ടിൽ ഞാൻ മരണം വരെ ജീവിക്കുകയും ചെയ്യും. അത് നിങ്ങൾക്ക് ഉടനെ തന്നെ ബോധ്യപ്പെടും. ആ, താൻ പോയിട്ട് എന്തായി? നന്ദേട്ടനോട് സംസാരിച്ചോ? ഇനി അത് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സച്ചേട്ടാ. അതെന്താ? അവര് തമ്മില് ഡിവോഴ്സ് ആവാൻ പോവാ. ഡിവോഴ്സോ? എടോ, താൻ എന്തൊക്കെയാ ഈ പറയുന്നേ? അതിനാർക്കാ ഇപ്പോൾ ഡിവോഴ്സ് വേണ്ടേ? ഞാൻ പറഞ്ഞത് സത്യമാ. ഡിവോഴ്സ് വേണ്ടത് നന്ദേട്ടനാ. നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും അല്ല കാര്യങ്ങള്. നന്ദേട്ടൻ പഴയതൊന്നും മറന്നിട്ടില്ല. നിങ്ങളുടെ കുഞ്ഞിനെ തന്നെ ഞാൻ പ്രസവിക്കും. നിങ്ങളുടെ ഭാര്യയായിട്ട് തന്നെ ഈ വീട്ടിൽ ഞാൻ മരണം വരെ ജീവിക്കുകയും ചെയ്യും. അത് നിങ്ങൾക്ക് ഉടനെ തന്നെ ബോധ്യപ്പെടും. നന്ദേട്ടനെ ഒട്ടും തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഒന്ന് ശാന്തമായി എന്നാണ് ഞാൻ വിചാരിച്ചത്. നന്ദേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ഒന്നും ശാന്തമായിട്ടില്ല. ഉള്ളിലെ തീക്കനൽ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛൻ്റെ ആഗ്രഹം അവർക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്ന്. അവരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ നമ്മളെയാണ് അച്ഛൻ ചുമതലപ്പെടുത്തിയത്. എന്താണ് പോവാത്തതെന്ന് അച്ഛൻ ചോദിച്ചാൽ അതിന് നമ്മൾ എന്ത് മറുപടി പറയും? നന്ദേട്ടൻ ഡിവോഴ്സ് ആഗ്രഹിക്കുന്ന കാര്യം അച്ഛൻ അറിഞ്ഞാൽ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. അതുറപ്പാ. അച്ഛൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി. പുറമെ ഇങ്ങനെ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും താങ്ങാൻ അച്ഛനെ കൊണ്ട് കഴിയില്ല. നമ്മളിപ്പോൾ ആരുടെ പക്ഷത്ത് നിൽക്കും? അവന്തികേട്ടത്തെ നന്ദേട്ടനോട് കാണിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഏട്ടത്തിക്കൊപ്പം നിൽക്കാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിന് അച്ഛൻ പടുത്തുയർത്തിയ ഒരു അന്തസ്സുണ്ട്. അത് നഷ്ടപ്പെടുത്താനും പറ്റില്ല. നന്ദേട്ടനൊരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകുന്ന ആളല്ല. അത് ഓർക്കുമ്പോഴാണ് എനിക്കൊരു ടെൻഷൻ. ഒരു കാര്യം ഉറപ്പാ സച്ചേട്ടാ, അധികകാലം ഇത് മറച്ചു വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കുറച്ചു കാലം ആരും അറിയാതെ പൊതിഞ്ഞു പിടിക്കാം. ഒരു ദിവസം അവർക്കിടയിലെ ഈ പ്രശ്നം പുറത്തേക്ക് വരും. ഈ നെല്ലിശ്ശേരി വീട്ടിൽ അതൊരു ബോംബ് പോലെ വന്ന് വീണ് പൊട്ടിത്തെറിക്കും. അതിൽ തകരാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് കണ്ടു തന്നെ അറിയണം. നന്ദേട്ടൻ്റെ ഇന്നത്തെ സംസാരവും പെരുമാറ്റവും വെച്ച് നോക്കുമ്പോൾ ആ തകർച്ചയ്ക്ക് ഇനി അധിക സമയം ഉണ്ടാവില്ല. എന്താ നിന്റെ തീരുമാനം? നന്ദൻ നിന്നെ ഡിവോഴ്സ് ചെയ്താ പിന്നെ നിന്റെ അവസ്ഥ എന്തായിരിക്കും? പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഇറങ്ങേണ്ടി വരും. അതിന് നീ തയ്യാറാണോ? എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആർക്കാ? നിനക്കല്ലേ?
ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് മറ്റാരെക്കാളും നിനക്കല്ലേ അറിയാവുന്നത്. നീ പറയും, ഞാൻ എന്ത് ചെയ്യണം? നന്ദനിക്കാരെ ആരോടെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് നീ ഒരു തീരുമാനത്തിലെത്തണം. തീരുമാനമൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞു. ഈ നിമിഷം ഞാൻ അയാൾക്ക് തെളിയിച്ചു കൊടുക്കാൻ പോവാ ഞാൻ ആരാണെന്ന്. എന്താ നിന്റെ ഐഡിയ? സംഗതി അല്പം ക്ലീശയാണ്, ഒരുപാട് തവണ ഉപയോഗിച്ച് പഴകിയതുവാ. എന്നാലും അതിനൊരു സ്റ്റൈലുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ പ്ലാൻ വർക്കൗട്ട് ആവും. അയാളെ എന്റെ ചൊൽപ്പടിക്ക് നിർത്താൻ ഇത് തന്നെ ധാരാളം. നന്ദേട്ടാ, നന്ദേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കും അർച്ചനയോട് ചിലത് പറയാനുണ്ട്. എല്ലാം അർച്ചനയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളാ. എന്നാലും മറ്റ് ചിലത് കൂടി ഞാൻ തുറന്നു പറഞ്ഞേ പറ്റൂ. എല്ലാം കേട്ട് കഴിയുമ്പോൾ അർച്ചന എൻ്റെ കൂടെ നിൽക്കണം. ഇതുവരെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നന്ദേട്ടന്റെ കൂടെ നിന്നിട്ടുണ്ടല്ലോ. അത് നന്ദേട്ടന് അറിയാവുന്നതുമല്ലേ. പക്ഷേ ഇത് കുടുംബമാണ്. ഇവിടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം നന്ദേട്ട. അവനവൻ ചത്ത് മീൻ പിടിച്ചിട്ട് എന്താ കാര്യം എന്നൊരു ചൊല്ലുണ്ട്. എൻ്റെ ജീവിതം ഇപ്പം ഏതാണ്ട് അതുപോലെ. ഞാൻ അനുഭവിച്ചത് മറക്കാൻ എനിക്കങ്ങനെ പറ്റും. നന്ദേട്ടന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ അച്ഛന്റെ കാര്യം അറിയാലോ നന്ദേട്ടന്. ഞാനൊരു മനുഷ്യനല്ലേ അർച്ചനെ, അല്ലാതെ കല്ലും മരമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒന്നും മറക്കാൻ അർച്ചന എന്നോട് പറയരുത്. നന്ദേട്ടന് ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ ആ ഡോക്ടറെ കാണുന്ന കാര്യം. അർച്ചന, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് അർച്ചനയോട് പറയാനുണ്ട്. ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതെല്ലാം ഞാൻ അർച്ചനയോട് വിശദമായിട്ട് പറയാം. ആ നന്ദ, നിങ്ങളെപ്പോഴാണ് ഡോക്ടറെ കാണാൻ പോകുന്നത്? അർച്ചനെ ആദ്യം എന്നോട് പറഞ്ഞിരുന്നില്ല. ആ ട്രീറ്റ്മെന്റിന് റിസൾട്ട് ഉണ്ടാകാറായപ്പോഴാണ് അവരെന്നോട് ഈ കാര്യം പറഞ്ഞത്. അത് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ടാണ് ആ ഡോക്ടറെ തന്നെ കാണാൻ ഞാൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എൻ്റെ കാര്യത്തിൽ അച്ഛൻ്റെ കൺസേൺ എന്താണെന്നും എനിക്കറിയാം. പക്ഷേ അതിനെല്ലാം എനിക്ക് കുറച്ചുകൂടി സമയം വേണം. നിനക്ക് എത്ര വയസ്സായെന്നാ നിന്റെ വിചാരം? നിനക്കും അവന്തിയേക്കും പ്രായം കൂടിക്കൂടി വരികയാണ്. ഇനിയെങ്കിലും വേണ്ട ട്രീറ്റ്മെന്റ് നടത്തിയില്ലെങ്കിൽ പിന്നീട് ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും. അത് ഓർമ്മ വേണം. എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഡോക്ടറെ കാണുന്ന കാര്യം പിന്നീട് ആലോചിക്കാം. നന്ദേട്ടാ, ഏട്ടത്തി, ഒന്ന് വേഗം വാ. അർച്ചനേട്ടത്തി, ഓടി വാ. ചേച്ചി, ഏട്ടത്തി, എന്താ? ചേച്ചി കൈ മുറിച്ചു. ചേച്ചി, നീ എന്താ ഈ കാണിച്ചത്? നന്ദേട്ടാ, അർച്ചനേട്ടത്തി, അർച്ചനേട്ടത്തി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. വണ്ടി എടുക്ക്.
വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ചേച്ചി പിടിക്ക് മോളെ.